പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, സന്തോഷത്തിൻ്റെ കാരണം ഇന്ന് നോക്കിയ പ്രഭാതത്തിൽ 3 കുർബാന, 2 കുർബാനകൾ അർപ്പിച്ചു കഴിഞ്ഞു. കാലത്ത് 5:15, 7 മണി, ഇനി 10:30 ഒരു കുർബാനയുണ്ട്. അപ്പോൾ ഓരോ ബലി അർപ്പിക്കുമ്പോഴും ഓരോ അഭിഷേകങ്ങളാണ്. ഹല്ലേലൂയ. ചിലരൊക്കെ അച്ഛനോട് പറയായിരുന്നു, എനിക്ക് അച്ഛനായ മതിയായിരുന്നു. അച്ഛൻ്റെ മുഖത്ത് എന്തൊരു ആനന്ദവും സന്തോഷം. അത് പ്രിയ സഹോദരങ്ങളെ, അതൊരു ജീവിതാന്തം. തീർച്ചയായിട്ടും അച്ഛനാവുക എന്നുള്ളത് ഒരു ആനന്ദദായകമാണ്. എന്നാൽ അതിൻ്റെ മാത്രമല്ല, നമ്മൾ ഈശോയെ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റാണ് പ്രിയ സഹോദരങ്ങളെ. യേശു തരും ആനന്ദം, അത് സ്വർഗീയാനന്ദം. യേശു തരും ആനന്ദം, അത് സ്വർഗീയാനന്ദം, സ്വർഗീയ സന്തോഷം. അപ്പോൾ അതുകൊണ്ട് യേശുവിനോട് കൂടെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഈ ആനന്ദം കർത്താവ് നിങ്ങൾക്കും തരും കേട്ടോ. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ വിവാഹിതരായി മക്കളൊക്കെ ഉണ്ട്. ഇനി ദൈവം ഇനി എങ്ങനെ അച്ഛനാകും, അല്ലെങ്കിൽ ഒരു സഹോദരിയെ സംബന്ധിച്ച് എങ്ങനെ അച്ഛനാകുമെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. യേശുവിനോട് ചേർന്ന് നിൽക്കുക. യേശു പ്രിയ സഹോദരങ്ങളെ ഈ ആനന്ദം നമുക്ക് തരും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സങ്കീർത്തന പുസ്തകം 37:8 വചനം വെളിപ്പെടുത്താണ്. കോപത്തിൽ നിന്ന് അകന്നു നിൽക്കുക, കോപത്തിൽ നിന്ന് അകന്നു നിൽക്കുക, ക്രോധം വെടിയുക, പരിഭ്രമിക്കാതിരിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയ സഹോദരൻ, ഈ കോപവും പേടിയൊക്കെ ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിലെ ഭയമാണ്. ശരിക്കും ദേഷ്യവും ക്രോധമൊക്കെ ആയിട്ട് ചിലപ്പോഴെങ്കിലും വരാറുള്ളത് ഉള്ളിലത്തെ ശരിക്കും ഭയവും പേടിയൊക്കെയാണ്. കോപത്തിൽ നിന്ന് അകന്നു നിൽക്കുക, ക്രോധം വെടിയുക, പരിഭ്രമിക്കാതിരിക്കുക. എന്നിട്ട് പറയാണ്, അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. ഈ കോപവും ക്രോധവും പരിഭ്രമവും എല്ലാം നമ്മളൊരു സംയമനത്തോടു കൂടി വ്യാപരിക്കാൻ അതൊരു അഭിഷേകമാണ്. നമുക്ക് ശരിക്കും നിങ്ങൾ ഏത് പ്രശ്നമാണ് നമ്മുടെ മുൻപിലുള്ളത്, ഈശോയോട് പറയുക, ഈശോയെ ഈ പ്രതികൂലത്തിൻ്റെ മുൻപിൽ നഷ്ടധൈര്യരാകാതെ അതിനെ സമാധാനത്തോടെ പ്രശ്നത്തെ നോക്കി കാണാൻ വേണ്ട ഒരു ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരുപക്ഷെ നമ്മുടെ പ്രതികൂലങ്ങൾക്ക് മുമ്പിൽ ജനം മുഴുവൻ ചിലപ്പോൾ നമ്മളെ തെറ്റിദ്ധരിച്ചേക്കാം, കുടുംബക്കാർ നമ്മളെ തെറ്റിദ്ധരിച്ചേക്കാം. പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇടപെടാനുള്ള നമ്മുടെ ആഗ്രഹത്തെ സ്വർഗം അത് കാണുമെന്നുള്ളത്. നമുക്ക് സ്വർഗത്തിൽ പ്രതിഫലം കിട്ടിയാൽ മതിയില്ലേ. ഇവിടെയുള്ള ലോകത്തിലെ ആൾക്കാർ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്തിട്ട് സ്വർഗം നമുക്ക് പ്രതിഫലം നൽകും. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. ദൈവമേ, ഈ സങ്കീർത്തനം 37:8 അഭിഷേകം ഇവർ കത്തിപ്പടരട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.